ഞാൻ ചോദിച്ചതിന് ഇപ്പോഴും ഉത്തരം കിട്ടിയില്ല. ആ സ്ത്രീ ഋഷിയെ നോക്കി വീണ്ടും ചോദിച്ചു. ഉറക്കത്തിൽ നിന്നും ഉണർന്ന പോലെ അവൻ ഞെട്ടലോടെ അവരെ നോക്കി. ആ, എന്താ പറഞ്ഞത്? ഋഷി അവരെ ചോദ്യഭാവത്തിൽ നോക്കി. നിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് നിനക്കറിയണ്ടേ? അവൾ പരിഹാസത്തോടെ ചോദിച്ചു. ആ, അത് എനിക്കിപ്പോഴും അറിയില്ല, പക്ഷെ അറിയാൻ ആകാംക്ഷയുണ്ട്, ഋഷി സത്യസന്ധമായി പറഞ്ഞു. നീ പേടിക്കണ്ട, ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല. ഒരു പ്രധാന കാര്യം സംസാരിക്കാനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. അവർ അവനെ ആശ്വസിപ്പിക്കാനെന്ന പോലെ പറഞ്ഞു. നിങ്ങൾ ഈയിടെ 3 പെൺകുട്ടികളെ വൈസ് കിങ്സിൽ നിന്ന് രക്ഷിച്ചോ? അവൾ ചോദിച്ചതും നാഗപത്നി ഔഷധ സസ്യങ്ങൾ തേടി ഋഷിമലയിലേക്ക് പോയപ്പോഴുണ്ടായ ആ സംഭവം ഋഷി ഓർത്തു. അവരാരാണെന്ന സത്യം അറിഞ്ഞിട്ടും നീയാണ് അവരെ രക്ഷിച്ചതെന്ന് ഞാൻ കേട്ടു. അതെന്തുകൊണ്ടാണെന്ന് പറയാമോ? അവർ ഉറച്ച സ്വരത്തിൽ ചോദിച്ചു. അവർ ആരാണെന്നത് എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. അവർ അപകടത്തിൽപ്പെട്ടിരുന്നു, ഞാൻ അവരെ രക്ഷിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താ ഇപ്പോൾ ഇതൊക്കെ ചോദിക്കുന്നത്? അവരെ ബസ് സ്റ്റാൻഡിൽ ഇറക്കിയതിനു ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അവർ സേഫാണോ അല്ലയോ എന്ന സംശയത്തിൽ ചോദിച്ചു. പെൺകുട്ടികൾ 3 ഡെവിൾ ഗ്യാങ്സിൽ പെട്ടവരാണെന്ന് ഋഷിക്ക് അറിയാമായിരുന്നു. മാത്രമല്ല, ആ സംഘത്തിന്റെ യഥാർത്ഥ പേര് അതല്ലെന്ന് ആ പെൺകുട്ടി പറഞ്ഞതും അവൻ ഓർമ്മയുണ്ടായിരുന്നു. ഇല്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവർ സുഖമായിരിക്കുന്നു. അവർ 3 പേരും ഞങ്ങളുടെ ഗ്രൂപ്പിലെ വളരെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ്. അവരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. നിങ്ങളുടെ സഹായത്തിന് ഒരു സമ്മാനം തരണമെന്ന് എനിക്ക് തോന്നി. അവർ പറഞ്ഞത് കേട്ടതും ഋഷി ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. ആ പെൺകുട്ടികളെ സഹായിച്ചത് കാരണം തനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് അവൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഡെവിൾ ഗ്യാങ്ങിനെക്കുറിച്ച് അവൻ ഒരുപാട് കേട്ടിരുന്നു. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവരുടെ താവളത്തിൽ തന്നെ എത്താൻ കഴിയുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഡെവിൾസിന്റെ സംഘം ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവർക്ക് ഒരു നേതാവും വിവിധ ഭരണാധികാരികളും 4 മന്ത്രിമാരുമൊക്കെ കൂടെ ഉണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. അങ്ങനെയൊരു സംഘടനയിൽ നിന്നാണ് തനിക്ക് ഒരു വിളി വന്നതെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഋഷിക്ക് അവർ എന്ത് സമ്മാനമാണ് നൽകാൻ പോകുന്നതെന്ന് കേൾക്കാൻ വല്ലാത്ത ആകാംക്ഷയും തോന്നി. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി അപ്പോഴും അവനിൽ ചില സംശയങ്ങൾ ഉണർന്നിരുന്നു. ഋഷിയുടെ കണ്ണുകൾ അവിടെയുള്ളവരെ വീണ്ടും അളന്നുകൊണ്ടിരുന്നു. പരമ്പരാഗത സംഘമാണ് ഞങ്ങളെന്ന് കേട്ടിട്ട് ഇപ്പോൾ നേരിൽ കണ്ടപ്പോൾ നമ്മളെല്ലാവരും വളരെ ഫാഷനബിളായി ഇന്നത്തെ ആളുകളെ പോലെ വസ്ത്രം ധരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണോ നീ ചിന്തിക്കുന്നത്? അവന്റെ മനസ്സ് വായിച്ചിട്ടെന്ന പോലെ അവർ ചോദിച്ചു. ഋഷി എന്ത് പറയണമെന്നറിയാതെ ഒന്ന് കുഴഞ്ഞുവെങ്കിലും അതേ എന്ന് തലയാട്ടി. നീ അങ്ങനെ ചിന്തിച്ചതിൽ അത്ഭുതമില്ല. പക്ഷേ ഞങ്ങൾ ഒരു പരമ്പരാഗത ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങളുടെ ശൈലികൾ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നു. വസ്ത്രധാരണത്തിൽ മാത്രമല്ല, ഞങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മരുന്നുകൾ തയ്യാറാക്കുകയും ചെയ്യും. അത് പറയുമ്പോൾ ആ സ്ത്രീയുടെ സ്വരത്തിൽ അഭിമാനം പ്രകടമായിരുന്നു. ഋഷി കാര്യങ്ങൾ മനസ്സിലായെന്ന മട്ടിൽ തലയാട്ടി. താങ്കൾക്കും പച്ചമരുന്നിൽ താല്പര്യമുണ്ടെന്ന് ഞാൻ കേട്ടു. കൂടാതെ ഈ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ നിരവധി ആളുകളുടെ ജീവൻ രക്ഷിച്ചെന്നും ഞാൻ അറിഞ്ഞു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിനക്കും ഒരു അംഗമാവാം. ഇതിലും മികച്ച സമ്മാനം എനിക്ക് വേറെ തരാനില്ല. അവർ അഭിമാനത്തോടെ അവനെ ക്ഷണിച്ചതും എന്ത് മറുപടി പറയണമെന്നറിയാതെ ഋഷി നിന്നു. കാരണം ഋഷി ഇതിനകം തന്നെ വൈസ് കിങ്സിലെ ഒരു പ്രധാന ആളായി കഴിഞ്ഞിരുന്നു. എന്നാൽ ആ ഗ്രൂപ്പിൽ താൻ ഉള്ളതിനെപ്പറ്റി പോലും ഋഷിക്ക് വ്യക്തമായ ഒരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഡാർവിനോട് സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിന്റെ ഭാഗം മാത്രമാണ് ഒടുവിൽ അവനെ വൈസ് കിങ്സിലെ ഒരു അംഗമാക്കി മാറ്റിയത്. വൈസ് കിങ് സംഘത്തെ പിടികൂടാൻ സഹായിക്കാൻ ACP ഗൗരി ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അവൻ അവരുടെ ഗ്രൂപ്പിൽ ചേർന്നതുപോലും. അവരെ പോലീസിന് ഒറ്റുകൊടുക്കാനോ അതോ ശരിക്കും അവരിൽ ഒരു അംഗമാകാനോ എന്ന കാര്യത്തിൽ ഋഷിക്ക് തീരുമാനമെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഡെവിൾ ഗ്യാങ്ങിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ ഋഷിയുടെ മനസ്സ് അവരുടെ അടുക്കിലേക്ക് ചായാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അവരായിരുന്നു ഔഷധ സസ്യങ്ങളെ ഉപയോഗപ്പെടുത്തി മരുന്നുകൾ നിർമ്മിച്ച് കൊടുക്കുന്നതിൽ അടിത്തറ പാകിയവർ. അവർക്കായി പ്രത്യേക പരമ്പരാഗത നിയമങ്ങളും ഉണ്ടായിരുന്നു. ഋഷി അവർക്കൊപ്പം പ്രവർത്തിക്കുന്നത് പലതരത്തിൽ അവന് തന്നെ ഉപകാരമാണ്. ഋഷി ആലോചനയിലിരിക്കെ ആ സ്ത്രീ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. നിന്നെ വെറുതെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ചേർക്കുന്നതല്ല. നിനക്കതിനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് ഞാൻ നിനക്ക് ഞങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസിൽ അംബാസഡർ സ്ഥാനം നൽകും. അവിടെയുണ്ടായിരുന്നവരുടെ കണ്ണുകളിൽ അസൂയ നിറഞ്ഞു. കാരണം അവരുടെ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു
അംബാസിഡർഷിപ്പ്, നേതാക്കളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന പോസ്റ്റ്. സംഘടനയിലെ മന്ത്രിമാർക്ക് തുല്യമായിരുന്നു അത്. അപ്പോഴേക്കും അവർ അവിടെയുള്ള ഒരാളോട് ആംഗ്യം കാണിച്ചു. അയാൾ ഒരു പെട്ടി കൊണ്ടുവന്നു. അത് തുറന്ന് ആ സ്ത്രീ അത് ഋഷിക്ക് നൽകി. പെട്ടിക്കുള്ളിൽ ഡെവിൾസ് ഗ്യാങ്ങിന്റെ മുദ്ര പതിപ്പിച്ച ഒരു സ്വർണ്ണ മോതിരമുണ്ടായിരുന്നു. ഋഷി ആ സ്ത്രീയിൽ നിന്ന് മോതിരം വാങ്ങുന്നതിന് മുൻപ് അവിടെ ഇരുന്ന ഒരാൾ പെട്ടെന്ന് എഴുന്നേറ്റു. അയാൾ വിനയപൂർവ്വം അവരെ വണങ്ങി. മാഡം, ഈ സ്ഥാനത്തിന് ഇവൻ യോഗ്യനല്ലെന്ന് എനിക്ക് തോന്നുന്നു. അവൻ ഇത്രയ്ക്കും എന്ത് ചെയ്തിട്ടാണ് നമ്മുടെ സംഘടനയിൽ ഇത്രയും വലിയ സ്ഥാനം അവന് കൊടുക്കുന്നത്? അയാൾ ഇഷ്ടക്കേടോടെ ചോദിച്ചു. ആ സംഘത്തിലെ 4 മന്ത്രിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. വർഷങ്ങളോളം ഡെവിൾ സംഘത്തിലെ അംഗമായിരുന്നെങ്കിലും ഇയാൾക്ക് ഈ പദവിയിലേക്ക് ഇതുവരെയും എത്താൻ കഴിഞ്ഞിട്ടില്ല. മാഡം ഒന്നുകൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അംബാസഡർ നമ്മുടെ സിസ്റ്റത്തിലെ ഒരു പ്രധാന സ്ഥാനമാണ്. അനുഭവ പരിചയമില്ലാത്ത ഒരു പുതിയ വ്യക്തിക്ക് അത് നൽകാൻ ഞങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ല, അയാൾ ഉറച്ചു പറഞ്ഞു. ഒന്നും ആലോചിക്കാതെ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരാൾക്ക് ഞാൻ ഇങ്ങനെ ഒരു സ്ഥാനം കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവർ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. മാഡം, ഞാൻ മാഡത്തിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തതല്ല. മറിച്ച് നമ്മുടെ സംഘത്തിൽ പരിചയസമ്പന്നരായ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ വിട്ട് ഋഷിക്ക് പെട്ടെന്ന് ഈ പോസ്റ്റ് കൊടുക്കുന്നത് ബാക്കിയുള്ളവരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കും. അതാണ് ഞാൻ പറയാൻ വന്നത്. മന്ത്രി തന്റെ ഭാഗം വിശദീകരിച്ചു. അയാൾ വ്യക്തമാക്കിയതും എല്ലാവരുടെയും കണ്ണുകൾ അവരുടെ നേതാവായ ആ സ്ത്രീയിലേക്ക് പതിഞ്ഞു. ഋഷിയെ സംഘടനയുടെ അംബാസഡറായി നിയമിക്കാൻ പോവുകയാണെന്ന് ഡെവിൾസ് ഗ്യാങ്ങിന്റെ നേതാവ് പറഞ്ഞതും പലർക്കും അതിൽ എതിർപ്പ് തോന്നിയിരുന്നു. ഋഷിയെ ഞാൻ നമ്മുടെ സംഘടനയിലെ ഒരു പ്രധാന അംഗമാക്കിയത് വെറുതെയല്ല. അവന് പച്ചമരുന്നുകളിൽ നല്ല അറിവുണ്ട്. ഔഷധഗുരു രുദ്രവേന്ദ്രൻ സിദ്ധന്റെ ശിഷ്യനായി പരിശീലനമെടുക്കുന്ന വ്യക്തി കൂടിയാണ് ഋഷി. അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞതും ആ സഭ നിശബ്ദതയിലായി. ഔഷധഗുരുവിന്റെ ശിഷ്യനാണ് ഇവനെന്നോ? അവർ ആവേശത്തോടെ പരസ്പരം സംസാരിച്ചു. ഇതിനപ്പുറം എന്ത് തെളിവാ നിങ്ങൾക്ക് വേണ്ടത്? ഇനി പറയ്, എന്റെ തീരുമാനം തെറ്റാണോ? നേതാവ് ചോദിച്ചതും അത് നിഷേധിക്കുവാൻ അവരാരും ധൈര്യപ്പെട്ടില്ല. ഞാൻ രുദ്രവേന്ദ്രന്റെ ശിഷ്യനാണെന്ന സത്യം ഇവർക്ക് എങ്ങനെ അറിയാം? ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന് ഒരു പിടിയില്ലല്ലോ. ഈ സ്ത്രീ എന്തായാലും ഒരു സാധാരണക്കാരിയല്ല. ഇവിടെയുള്ളവരൊക്കെ ഗുരുവിന്റെ പേര് കേട്ടപ്പോൾ ഞെട്ടിയതെന്താ? ചോദ്യങ്ങളുടെ ഒരു പരമ്പര തന്നെ ഋഷിയിൽ ഉയർന്നു. തനിക്ക് പച്ചമരുന്നിന് അറിവുണ്ടെന്ന് അവർ പറയുന്നത് കേട്ടപ്പോൾ അവന് വലിയ അത്ഭുതം തോന്നിയിരുന്നില്ല. കാരണം ആരതിയുടെ ജീവൻ താൻ പൊതുസ്ഥലത്ത് വെച്ചാണ് രക്ഷിച്ചത്. എന്നാൽ മഹാഗുരു രുദ്രവേന്ദ്രൻ തന്നെ പരിശീലിപ്പിക്കുകയാണെന്ന് ഇവരെങ്ങനെ അറിഞ്ഞുവെന്ന് ഋഷിക്ക് മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല. അതവൻ വളരെ രഹസ്യമായി സൂക്ഷിച്ച വസ്തുതയായിരുന്നു. മറ്റാർക്കെങ്കിലും എതിർപ്പുണ്ടോ? ആ സ്ത്രീ ശബ്ദം അവിടെ വീണ്ടും ഉയർന്നു. ഋഷിൻ മഹാഗുരുവിന്റെ ശിഷ്യനാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ എങ്ങനെ നമ്മൾ വേണ്ടെന്ന് പറയും? ഭയത്തോടെ മന്ത്രി മറുപടി പറഞ്ഞു. എങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഋഷിന് ഞാൻ ഈ സ്ഥാനം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ മോതിരപ്പെട്ടി അവന്റെ കയ്യിലേക്ക് കൊടുത്തു. ഋഷിൻ, എന്റെ ഒപ്പം വരൂ. എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കണം. അവരുടെ നേതാവായ ആ സ്ത്രീ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് നടന്നതും ഋഷിയും അവരെ പിന്തുടർന്നു. മാളികയുടെ പുറകിലെ പൂന്തോട്ടത്തിലേക്കായിരുന്നു അവർ ഋഷിയെയും കൂട്ടി ഇറങ്ങിയത്. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.